പൊക്കലിൽ ഗണേശോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊക്കലിന്റെ ഗ്രാമവിശുദ്ധിയെ ഭക്തിസാന്ദ്രതയിൽ ആറാടിക്കുന്ന ഗണേശോത്സവം ഞായറാഴ്ച ആരംഭിക്കും. ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾ 31-ന് സമാപനം കുറിക്കും. പൊക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകളോടെയാണ് ഗണേശോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് പ്രൗഢഗംഭീരമായ ഗ്രാമപ്രദക്ഷിണം നടക്കും. ഭക്തസംഗമം, സ്വാമി ആനന്ദവനം മഹാരാജിന്റെ അനുഗ്രഹ പ്രഭാഷണം എന്നിവ ആദ്യ ദിവസം നടക്കും. പൊക്കൽ ഗണേശോത്സവം 2ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. പൊക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ഈ മാസം 24 മുതൽ 31 വരെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനാണ് തുടക്കം കുറിക്കുന്നത്. 1-ാം ദിവസമായ 24-ാം തീയതി ഗ്രാമ പ്രദക്ഷിണമാണ്. വിഗ്രഹവുമായിട്ടുള്ള നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് ഒക്കൽ പഞ്ചായത്തിൻ്റെ വിവിധ ക്ഷേത്രങ്ങൾ കറങ്ങി പ്രതിഷ്ഠ നഗരിയിൽ എത്തിച്ചേരുന്നു. അന്ന് ദക്ഷിണ ഭാരതത്തിൻ്റെ മഹാമണ്ഡലേശ്വരായിട്ടുള്ള ആനന്ദവനം മഹാരാജ് സ്വാമികളാണ് അതിൻ്റെ സത്സംഗം നടത്തുന്നത്. എല്ലാ ദിവസവും പ്രസാദോട്ടും കലാപരിപാടികളും പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. 2ാം ദിവസം ശൃംഗേരി മഠത്തിൻ്റെ മാനേജർ സൂര്യനാരായണ ഭട്ടാണ് മിഴി തുറക്കൽ ചടങ്ങ് നടത്തുന്നത്. 3-ാം ദിവസം 26-ാം തീയതി ഭാഗവത സപ്താഹ ആചാര്യൻ സ്വാമി ഉദിത് ചൈതന്യാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 26-ാം തീയതിയാണ് പ്രതിഷ്ഠ. അന്ന് വൈകുന്നേരം ഈ 108 ഗണേശ വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠ നടത്തുന്നത്. 108 ഗണേശ വിഗ്രഹങ്ങളും ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് പ്രതിഷ്ഠ നഗരിയിൽ എത്തിച്ചേർന്ന് അന്ന് വൈകുന്നേരം ചടങ്ങുകളോടെ പ്രതിഷ്ഠ നടത്തും. 27-ാം തീയതി വിനായക ചതുർത്ഥിയാണ്. വിനായക ചതുർത്ഥി ദിനത്തിൽ രാവിലെ മഹാഗണപതി ഹോമം, ബാലഗണേശ പൂജ, ശക്തി വിനായക പൂജ, ആ പൂജാ ചടങ്ങുകളും പ്രസാദമൊട്ടും. വൈകുന്നേരം കാളിമലർക്കാവ് ക്ഷേത്രപാലകൻ ശിവദാസ്ജി നയിക്കുന്ന ഭജനാമൃതം, അതേപോലെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങുകളും മഹാസംഗമവും നടക്കും. 25-ന് വൈകിട്ട് 5-ന് മിഴി തുറക്കൽ, 26-ന് വൈകിട്ട് 5-ന് ഗണേശ വിഗ്രഹ പ്രതിഷ്ഠ, തുടർന്ന് സ്വാമി ഉദിത് ചൈതന്യയുടെ നേതൃത്വത്തിൽ സത്സംഗം എന്നിവ ഉണ്ടാകും. 27-നാണ് വിനായക ചതുർത്ഥി. മാളികപ്പുറം ഫെയും ദേവനന്ദ ചടങ്ങുകളിൽ പങ്കെടുക്കും. 31-ന് വൈകിട്ട് 3-നാണ് നിമഞ്ജന ഘോഷയാത്ര. ഉദ്ഘാടന സമ്മേളനം HRDS പ്രസിഡന്റ് ഗുരു ആത്മനമ്പി നിർവഹിക്കും. തുടർന്ന് ഗണേശോത്സവ പുരസ്കാരം, ദമ്പതി പുരസ്കാരം, ആദരിക്കൽ. 4-ന് നിമഞ്ജന ഘോഷയാത്ര ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രക്കടവിൽ നിമഞ്ജനം. 7:30-ന് നിമഞ്ജന പൂജ, വിഗ്രഹ നിമഞ്ജനം ഷിബിൻ ശാന്തിയുടെ കാർമ്മികത്വത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ TS ബൈജു, NV മജേഷ്, TA അശോകൻ, AK ശിവൻ, VU നാരായണൻ എന്നിവർ അറിയിച്ചു. പൊക്കൽ ഗണേശോത്സവം നടക്കുന്നത് പൊക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്ര കോമ്പൗണ്ടിനകത്താണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2000 വർഷത്തിലേറെ പഴക്കമുള്ള അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ ആ പൗരാണികത ഇന്നും നിലനിർത്തി പോരുന്ന ഒരു ക്ഷേത്രമാണ്. ജീർണാവസ്ഥയിലാണ് ഇപ്പോൾ ക്ഷേത്രം എങ്കിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന് 6.5 അടി പൊക്കമുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവും ചതുർബാഹുക്കളോടുകൂടിയ ശ്രീകൃഷ്ണ വിഗ്രഹവും അതുപോലെ 6 അടിയോളം ഉയരമുള്ള 6.25 അടിയോളം ഉയരമുള്ള ക്ഷേത്ര ബലിക്കല്ലും കേരളത്തിൽ കണ്ടുവരുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. അപ്പോൾ ഈ ക്ഷേത്രത്തിലാണ് നമ്മുടെ ഈ ഗണേശോത്സവം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.